കുത്തിറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പുഴയുടെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് 3G ആയി. ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. വലിയ വെള്ളച്ചാട്ടമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വന്നിടത്തുനിന്ന് പിന്നെയും പോവുകയാണ്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ നമ്മളും പുറകെ പോവുകയാണ്. അപ്പോൾ ഈ കണ്ടതൊരു അമ്പലം പോലെ എന്തോ ഒന്നാണ്. നമുക്ക് എന്താണെന്ന് കറക്റ്റ് ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ട ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒന്നാണിത്. അപ്പോൾ ഇവിടെ നിന്നും കയറി നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് പേരെയൊക്കെ കണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം തന്നെയാണ്. വെള്ളച്ചാട്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിതിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കുളിക്കുന്നില്ല, റൂമിൽ പോയിട്ട് കുളിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ കയറി വരുമ്പോഴുള്ള വ്യൂ ഇവിടെ ഇങ്ങനെയാണ്. പെട്ടെന്ന് നമ്മൾ ഈ ഏലത്തിൻ്റെ ചെടികളൊക്കെ മാറ്റി നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇവരൊന്നും മലയാളികളല്ല, അപ്പം വേറെ ടൂർ പാക്കേജൊക്കെ ആയിട്ട് വന്നവരാണ്. ഇനി നമ്മൾ സൺസെറ്റ് കാണാൻ പോവുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ പറയുന്നത് ഇപ്പം മഞ്ഞ് വന്ന് മൂടിയോണ്ട് സൺസെറ്റ് കാണാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നോക്കിയിട്ടാണേലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതായാലും അതിനൊരു ലൊക്കേഷൻ ഉണ്ട്. ഒരു നമ്മൾ വന്ന വഴിയുടെ വേറെ ഒരു വഴിയും കൂടെ ഉണ്ടായിരുന്നു. അതിലേ കയറി ഒരു പാറയുടെ പുറത്തോട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നെ മേളിൽ ചെന്നിട്ട് ഏതായാലും നോക്കാം. മേടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ആ ഭാഗത്ത് വെട്ടമുണ്ട്, പക്ഷേ ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞും പോകുന്നത് ഡയറക്റ്റ് റൂമിലോട്ടാണ്. റൂമെന്ന് വെച്ചാൽ ടെൻറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ടീ ഉണ്ടെന്ന് പറഞ്ഞാൽ ടീയും സ്നാക്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ, ഇങ്ങനെയാണ് ഇന്ന് നൈറ്റിലെ പരിപാടി പോകുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഡിന്നർ വരുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് ഇത് ഇവിടെ എന്നിട്ട് ഈ വഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഒരു ഡാം കാണാം. ഇവിടുന്ന് വരുന്ന ഒരു കുത്തിറക്കമാണ്. മൊത്തം പുല്ലുകളൊക്കെയാണ്. അപ്പോൾ വീണാലും ഒന്നും പറ്റത്തൊന്നുമില്ല. ഓക്കെ, ഏതായാലും കൊള്ളാം. ഇവിടുന്നുള്ള വ്യൂ കൊള്ളാം. ഇത് ഞാൻ ഈ ക്യാമറ ഇതിൻ്റെ അടുത്ത വ്യൂ എടുത്ത് കാണിക്കാം. അപ്പോഴത്തേക്ക് ശരിക്കും കാണാൻ പറ്റും. ഓക്കെ, ഏതായാലും താഴോട്ടൊന്ന് ഇറങ്ങി ചെല്ലട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ പാറപ്പുറത്തെത്തി. ഓക്കെ, ഇതാണ് ഇവിടുന്നുള്ള വ്യൂ. ഏതായാലും കുറച്ച് പ്രതീക്ഷയുണ്ട്. ഇത് അവിടെ കാണുന്ന സൂര്യൻ അവിടെ തന്നെയുണ്ട്, ആ മേളിൽ. ആ കുറച്ച് മേഘം അങ്ങോട്ട് പോയെങ്കിൽ കാണാമായിരുന്നു. ഏതായാലും നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ തിരിച്ച് ടെൻറ്റിലോട്ട് തന്നെ പോകുന്നായിരുന്നു. ഇവിടെ വന്നപ്പം ചായയും ബിസ്ക്കറ്റുമാണ് കിട്ടിയത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നെങ്കിലും പെട്ടെന്ന് ഇങ്ങ് രാത്രിയായി. അപ്പോഴത്തേക്ക് നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തീയൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ട് ആൾക്കാരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ പതുക്കെ കുറേത്തിൽ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഒക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു. അങ്ങനെ കുറച്ച് പേരൊക്കെ പോയി റെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. പിന്നെ കുറച്ച് പേര് മാത്രമേ ഡാൻസ് കളിക്കാനുള്ളായിരുന്നു. പിന്നെ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു, അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ.